ഇന്നത്തെ ഇൻട്രോ ഞാനാണ് പറയുന്നത്. നീത തലവേദനയൊക്കെ ആയിട്ട് ഇത്തിരി വയ്യാതൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ അതിനൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മയക്കുവെടി വെച്ച പോലെയാണ്. അത് ഇങ്ങനെ നല്ല 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 തളർച്ചയായിട്ട് ഇങ്ങനെ ഇരിക്കും. കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വീഡിയോ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചുകൊണ്ട് അന്ന് ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2 ദിവസത്തെ ഇൻട്രോ ഞാനാണ് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീത വീണ്ടും തിരിച്ചു വരും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 3 ടൈപ്പ് ചട്നികളാണ്. ഇഡലിക്കും ദോശക്കും പറ്റിയ നല്ല കിടുക്കൻ ചട്നിയാണ്. ഉള്ളി ചട്നി, കാര ചട്നി, തേങ്ങ ചട്നി. ആ തേങ്ങാ ചട്നി എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ ഈ ബ്രാഹ്മിൻസിന്റെ ഹോട്ടലുകളിൽ കിട്ടിക്കൊണ്ടിരുന്ന വെച്ചായിരുന്നു ഇഡലിയുടെയും മസാല ദോശയുടെ ഒക്കെ കൂടെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ അധികം ഹോട്ടലുകളിൽ അത് കിട്ടാറില്ല. നല്ല ടേസ്റ്റുള്ള ചട്നിയാണത്. അപ്പൊ അതും കൂട്ടി കഴിക്കാത്ത ആളുകൾ അതുണ്ടാക്കി കഴിച്ചു നോക്കും. നല്ല ടേസ്റ്റ് ആണ്. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചട്നിയുടെ ഇൻഗ്രീഡിയൻസ് കണ്ടേ. ചട്നിയുടെ ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ ആരും പേടിച്ചൊന്നും പോകണ്ട. എന്താണെന്ന് വെച്ചാൽ ഒരു ചട്നിക്കുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ ഇത്. നമ്മൾ 3 ചട്നിക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിലും ചേർക്കുമ്പോൾ കൃത്യം അളവ് പറയാം കേട്ടോ. ഓരോ ചട്നിക്ക് എത്രയാണ് ചേർക്കുന്നതെന്ന്. ഇപ്പോൾ നമ്മൾ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് പാനിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താണ്. ഒരു 30 സെക്കൻഡ് ഒന്ന് ലോ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുക. പിന്നെ വാളൻപുളി, ഇത് നമ്മുടെ കടലപ്പരിപ്പ്, പിന്നെ തേങ്ങ ചിരവിയത്. ഇത് നമ്മുടെ ചട്നി പൊടിയാണ്. അത് വേറെ കാര്യം പറഞ്ഞുതരാം. എന്തായാലും നമ്മൾ ചട്നി റെസിപ്പി ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു സവോള, ഒരു തക്കാളി, കുറച്ച് ഉള്ളി, 2 പീസ് ഇഞ്ചി, ഒരു വറ്റൽമുളകും, കുറച്ച് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി ചമ്മന്തിയാണ്. ഉള്ളി ചമ്മന്തിയിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കണം. അത് ആദ്യം നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതായത് എള്ളെണ്ണ. അതിലേക്ക് ഉള്ളി ചേർക്കാം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഉള്ളിയാണെങ്കിൽ ഒരു 20 ഉള്ളി വരെ എടുക്കാം. എൻ്റെ കയ്യിൽ 2 വലിപ്പത്തിലുള്ള ഉള്ളിയുണ്ട്. വലിയ ഉള്ളിയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്. അപ്പോൾ വലിയ ഉള്ളി ഞാനൊന്ന് മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി അങ്ങനെ തന്നെ ചേർക്കുന്നുണ്ട്. ഈ ഉള്ളിയുടെ കൂടെ തന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു വറ്റൽമുളക്. ഇത് എരിവിനായിട്ടാണ് ഈ ഒരു വറ്റൽമുളക്. പിന്നെ നമുക്ക് കളർ കിട്ടുന്നതിനായിട്ട് കാശ്മീരി ചില്ലി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് കളറിന് വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ ഒരു 4-5 ഇതിൽ കറിവേപ്പില. പിന്നെ ഒരു 6 വലിയ വെളുത്തുള്ളിയാണ്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 8 എണ്ണം വരെ എടുക്കാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നല്ലെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ ഈ ഒരു ചട്നി നമ്മളിപ്പോൾ ചില റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ, ഇപ്പോൾ തമിഴ് ബ്രാഹ്മിൻസിൻ്റെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ അവർ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുക. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് നല്ലെണ്ണ ഉണ്ടെങ്കിലും നല്ലെണ്ണയിൽ തന്നെ ചെയ്യാം. എല്ലാവരുടെയും വീട്ടിലിപ്പോൾ ദോശ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ലെണ്ണ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ നല്ലെണ്ണയിൽ തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചേർന്നൊന്ന് ഈ ഉള്ളി ഒന്ന് ഗോൾഡൻ കളറായി വരണം. അതുവരെ ഇളക്കി കൊടുക്കുക. പിന്നെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തുക. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു ചട്നിയാണ്. ചട്നിയെന്നോ ചമ്മന്തിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇതൊന്ന് കളറ് മാറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റായി നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഈ ഒരു പീസ് വാളൻപുളിയാണ്. അതപ്പോൾ പുളി നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചേർക്കാം. ഞാൻ ഒരുപാട് പുളി ചേർക്കില്ല, ചെറിയ പുളി ഉണ്ടാവുള്ളൂ ഇതിന്. അപ്പോൾ ഈ പുളിയും കൂടി ഇനി ഈ ഉള്ളിയുടെയൊക്കെ കൂടെ കിടന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സായി ചൂടായി വരണം. ഉള്ളിയുടെ കളറൊന്ന് വീണ്ടും ചേഞ്ച് ആവണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും പുളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ചൂട് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് അടുത്ത ചമ്മന്തിക്കുള്ള കാര്യങ്ങളും വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളി ചമ്മന്തിക്ക് വഴറ്റി വെച്ചതൊക്കെ ചൂട് മാറി വന്നിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് വഴറ്റി വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അരയ്ക്കാം. അപ്പോൾ ഈ ചമ്മന്തി നമ്മൾ 2-3 ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെള്ളം ചേർക്കാതെ അരയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ മോശമായി പോവാതിരിക്കുക. നമ്മളെല്ലാം വഴറ്റിയെടുത്തതുകൊണ്ട്
ഇല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. 3 ദിവസം വരെ ആയാലും മോശമായി പോവില്ല. അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്ത് ഒന്ന് അരഞ്ഞു വരുമ്പോൾ ഒരു 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്, ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ചമ്മന്തി വെള്ളം ചേർത്താണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇത് ഫൈനൽ അല്ല കേട്ടോ, ഇതിലേക്ക് നമുക്ക് വറവ് ചേർക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അരച്ചെടുത്തതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതും നല്ലെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണെങ്കിലും ചെയ്യാം, വെളിച്ചെണ്ണയിലും ചെയ്യാം. പക്ഷേ ചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ചിരുന്നത് കൊണ്ട് ഞാൻ വീണ്ടും നല്ലെണ്ണ തന്നെ എടുത്തുന്നേ ഉള്ളൂ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കുക. പൊട്ടുകടലയല്ല, കടലപ്പരിപ്പാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്. ഇതൊന്ന് ഇളക്കി ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. ലൈറ്റായിട്ടൊന്ന് കളറ് മാറി തുടങ്ങണം ഈ കടലപ്പരിപ്പും ഉഴുന്നും. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പും ഉഴുന്നും ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക എണ്ണയിലേക്ക് ഇട്ടിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, 1 സവോളയുടെ പകുതി, നമ്മളെടുത്തിരുന്ന സവോളയുടെ പകുതി, പിന്നെ എരിവിനനുസരിച്ച് മുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 6 കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി ഈ സവോളയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സവാള ചേർത്തിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് സോഫ്റ്റ് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. 1 തക്കാളി മുഴുവൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും കൂടെ ഒരു ചെറിയ പീസ് വാളൻപുളി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിക്ക് പുളി ഉണ്ടാവും, എങ്കിലും നമ്മുടെ ചട്നിക്ക് അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ട് ഒരു ചെറിയ പീസ് പുളിയും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നമ്മളിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ലാസ്റ്റേ ചേർക്കുള്ളൂ, ഇപ്പോൾ ചേർക്കില്ല. ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 4-5 ഇതള വേപ്പിലയും കൂടി ചേർത്തിട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. പിന്നെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്, ഒരു 2-3 ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനാണ് നമ്മൾ ഈ ഒരു ചട്നി ഉണ്ടാക്കുന്നതെങ്കിൽ സവോളയും തക്കാളിയും നന്നായിട്ട് വഴറ്റണം. ഇതിപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാനല്ല, ഉടനെ തന്നെ യൂസ് ചെയ്യാനാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത്രേ വഴറ്റുന്നുള്ളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളെല്ലാം ചേർത്ത് വഴറ്റാൻ തുടങ്ങിയിട്ട്. ഇനി ഇതും ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ചൂട് മാറിയിട്ടേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ടൈമുണ്ട് അത് വഴറ്റിയെടുക്കുന്നതിന്, അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഇത് ചൂട് മാറി വരട്ടെ. ഇതിലേക്ക് നമ്മൾ നമ്മുടെ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒക്കെ വഴറ്റി വെച്ചില്ലേ, തക്കാളിയും എല്ലാം ചേർത്ത് നമ്മുടെ കാര ചമ്മന്തിക്കുള്ള മിക്സ് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ഇതിലേക്ക് നമ്മൾ ഉപ്പും വെള്ളവും ചേർത്ത് തന്നെ അരയ്ക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അരയ്ക്കാം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടി അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കാര ചട്നി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ തരിതരിപ്പ് ഉണ്ടാവും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലപ്പരിപ്പിൻ്റെയും ഉഴുന്നുപരിപ്പിൻ്റെയും ആ ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും നമ്മൾ കഴിക്കുമ്പോൾ. ഇത് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം, കുറച്ചുകൂടി തിക്കായിട്ട് വേണമെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കേണ്ട. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ചട്നി റെഡിയാക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ കുറച്ച് വലിയ ജാറിലെടുക്കാം കേട്ടോ. നമ്മളിത് കുറച്ച് ലൂസായിട്ടുള്ള ചട്നി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ജാറിൽ അരയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് വലിയ ജാറിൽ അരയ്ക്കുന്നതാണ്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി മുറിച്ചത് ചേർക്കുക, 2 ഉള്ളി ചേർക്കുക. ചില ആളുകൾക്ക് ഉള്ളി ചേർക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒഴിവാക്കാം. പക്ഷേ ഉള്ളി ചേർക്കുമ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് ആവുക. പിന്നെ ഒരു 4-5 ഇതിൽ കറിവേപ്പില. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത്, നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നേ ഉള്ളൂ. ഇതിന് അധികം എരിവുണ്ടാവില്ല കേട്ടോ ഈ ചട്നിക്ക്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ചട്നിക്ക് എരിവുണ്ടാവുള്ളൂ. ഇതിപ്പോൾ അധികം എരിവുണ്ടാവില്ല, നമ്മൾ ചൂടാക്കി എടുത്ത മുളക് പൊടിയാണിത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ ചട്നി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിലേക്ക് ഇനിയും വെള്ളം ചേർക്കും കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തേ ഉള്ളൂ. ഇനി നമ്മൾ
വറവ് റെഡിയാക്കിയിട്ട് വെള്ളം ചേർക്കും. അപ്പോൾ ഇതിലേക്ക് വറവ് ചേർക്കുമ്പോൾ ഇതിൽ രണ്ടിലും നമ്മൾ ആദ്യം ഉണ്ടാക്കിയ 2 ചട്നിയിലും ചേർക്കുന്നതിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ കൂടുതലായിട്ട് ചേർക്കും. അപ്പോൾ നമുക്ക് വറവ് ചേർക്കാം ഓരോന്നിലേക്കായിട്ട്. അപ്പോൾ നമ്മൾ വറവ് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ നല്ലെണ്ണ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. നമ്മുടെ കാര ചട്നിയിലേക്കും ഉള്ളി ചട്നിയിലേക്കും നല്ലെണ്ണയിൽ തന്നെയാണ് വറവ് ചേർക്കുക. അപ്പോൾ രണ്ടിനും ആവശ്യമായിട്ടുള്ള കടുക് ചേർക്കുക. ഒരു 1.5 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ഈ ചട്നിയിൽ രണ്ടിലും ഉഴുന്ന് പരിപ്പ് ചേർത്താലേ പെർഫെക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കുക. രണ്ടിലേക്കുമായിട്ടാണ് നമ്മളിത് ഇത്രയും ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകിൻ്റെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വറ്റൽമുളകൊക്കെ അരച്ചിട്ടാണ് ചമ്മന്തി അല്ലെങ്കിൽ ചട്നി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഉഴുന്നൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വേപ്പില ആഡ് ചെയ്യാം. ഉഴുന്ന് വല്ലാതെ അങ്ങ് കളറ് മാറിപ്പോകണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചട്നി കഴിക്കുമ്പോൾ ആ ഉഴുന്ന് കടിക്കുമ്പോൾ ചെറിയൊരു ബലം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില ചേർക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 2 ചട്നിയിലേക്കുമായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ തേങ്ങ ചട്നിയിലേക്ക് വറവ് ചേർക്കാം. അത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം കടുക് ചേർക്കാം. ഇതിൽ അത്യാവശ്യം കുറച്ച് കടുകൊക്കെ ഉണ്ടെങ്കിൽ ഈ ചട്നി കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മതി കേട്ടോ. അധികമായിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉഴുന്നൊന്ന് കളർ ചേഞ്ച് ആയി നമ്മുടെ കടുകും പൊട്ടിക്കഴിയട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ കാശ്മീരി ചില്ലി ചേർക്കുകയാണ്. വറ്റൽമുളക് ചേർക്കാം. എൻ്റെ കയ്യിൽ വറ്റൽമുളക് കഴിഞ്ഞു, അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി ചേർത്തത്. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കുക. ഇനി ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഇതിലേക്ക് ചേർക്കും. അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചമ്മന്തിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചമ്മന്തി അരച്ചത് ചേർക്കുകയാണെങ്കിൽ അധികം തെറിക്കില്ല. ഒന്ന് ചൂട് കുറഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് ഈ ചമ്മന്തി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് ആവി വരണം. നന്നായിട്ടൊന്ന് ചൂടാവണം. തിളച്ചു പോകരുത്. ആ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചമ്മന്തി കറക്റ്റായിട്ട് ചൂടായി വരും. ഇനി എല്ലാ ചട്നികളും നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ചട്നികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഉള്ളി ചമ്മന്തി, അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ ചട്നി. ഇത് ഞാൻ ദോശയ്ക്ക് രാവിലെ ഉണ്ടാക്കിയതാണ്. സാധാരണ നമ്മൾ തേങ്ങ ചട്നി ഉണ്ടാക്കില്ലേ, വൈറ്റ് കളറിലെ തേങ്ങ ചട്നി. ഇതിപ്പോൾ പച്ചമുളക് അരച്ചതുകൊണ്ട് ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്. വൈറ്റ് കാന്താരിയാണ് അരയ്ക്കുന്നതെങ്കിൽ ആ വൈറ്റ് കളറിലെ തേങ്ങ ചട്നി ആയിരിക്കും. പിന്നെ ഇത് നമ്മുടെ കാര ചട്നി. ഇതിന് നല്ല എരിവുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു ചട്നി കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം പറയാം എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തേങ്ങ ചട്നി ഉണ്ടല്ലോ, ഈ തേങ്ങ ചട്നി മാത്രം കൂട്ടി ദോശയോ ഇഡ്ഡലിയോ ഒക്കെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ആവുന്നത് ഈ തേങ്ങ ചട്നിയുടെ കൂടെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ. ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയ കാശ്മീരി ചില്ലി കുറച്ച് കളറ് കുറവായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ചമ്മന്തിപ്പൊടിയുടെ കളറ് ഈ കളറിലിരിക്കുന്നത്. നല്ല കളറുള്ള കാശ്മീരി ചില്ലിയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ചമ്മന്തിപ്പൊടി ഔട്ടോ കിട്ടുക. അത് നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതാണ് കളർ എന്നുള്ളതൊക്കെ കറക്റ്റ്. ഇത് നമുക്ക് കിട്ടുന്ന മുളക് അനുസരിച്ച് കളർ വ്യത്യാസം വരാം. അപ്പോൾ നമ്മൾ ഇത്രയും ചട്നിയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ബൗളിൻ്റെ അളവിൽ ഏകദേശം ഒരു 1/4 കപ്പ്, 1/2 കപ്പിൽ മേലെ ഉണ്ടാവും. ഇത് നമ്മൾ മെഷറിംഗ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ ചട്നി, അതിലേക്കാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ ചമ്മന്തിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്ന് രാവിലെയും കൂടി ഞാൻ കഴിച്ചു. അതെ. അപ്പോൾ ഇത് രാവിലെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ദോശ ഉണ്ടാക്കിയതാണ്. ചമ്മന്തികൾ ഉണ്ടാക്കി, ചട്നി ഉണ്ടാക്കി. അപ്പോൾ എന്താ വെച്ചാൽ ഇനി 2-3 ദിവസത്തേക്ക് ചട്നിയും ചമ്മന്തിയും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസത്തേക്കുള്ള ചമ്മന്തിയും ചട്നിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു 2-3 ചട്നികൾ ഒരുമിച്ച് കാണിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ രീതിയിൽ 2-3 ചട്നികൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളി ചമ്മന്തി നമുക്ക് രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കറിയായിട്ടും കൂടെ ഉപയോഗിക്കാം. 2 സമയത്തേക്കുള്ള കറിയാവും നമ്മൾ ഒരു ദിവസം രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും
എല്ലാവരും ഇഷ്ടമുള്ള ചട്നികൾ, ഇപ്പോൾ ഇത്രയും ചട്നികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി ഉണ്ട്, ടൊമാറ്റോ ചട്നി ഉണ്ട്, അതൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഓരോ ദിവസവും ദോശയോ ഇഡ്ഡലിയോ കഴിക്കാൻ ഓരോ ചമ്മന്തികളോ ചട്നികളോ ഒക്കെ ഉണ്ടാക്കുക, കഴിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.